അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. വിശുദ്ധമായിരിക്കുന്ന റമളാനു ഷരീഫ് പുണ്യങ്ങളുടെ പൂക്കാലമാണ് എന്ന് നമുക്കറിയാം. ആ റമളാനു ഷരീഫിൽ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുന്ന സമയങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. ആ സമയങ്ങളിൽ പ്രത്യേകം നാം ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാനും നമുക്ക് വേണ്ട കാര്യങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാനും നാം ഉപയോഗപ്പെടുത്തണം. ഇൻഷാ അള്ളാഹ് വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക. വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് ചെയ്യുക. മറ്റുള്ളവരിലേക്ക് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങൾ വീഡിയോക്ക് ഒരു കമൻ്റ് ചെയ്യുക. അൽഹംദുലില്ലാ എന്നോ മാഷാ അള്ളാഹ് എന്നോ എന്തെങ്കിലും ഒരു കമൻ്റ് നിങ്ങൾ നിർബന്ധമായും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പ്രാർത്ഥന കൊണ്ട് വസിയ്യത്ത് ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധമായിരിക്കുന്ന റമളാനു ഷരീഫ് അനുകൂലമായി സാക്ഷി പറയുന്ന മുഅ്മിനീങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നോമ്പ് തുറക്കുന്ന സമയം, അതായത് നോമ്പ് തുറക്കാൻ വേണ്ടി നാം ഒരുങ്ങി നിൽക്കുന്ന ആ കുറഞ്ഞ സമയം, മഗ്‌രിബ് ബാങ്കിൻ്റെ തൊട്ടു മുമ്പുള്ള സമയം, അത് പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് കിട്ടുന്ന, ഉത്തരം ലഭിക്കുന്ന സമയമാണെന്ന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് കാണാം. ഇന്ന ലില്ലാഹി ഇൻദ കുല്ലി ഫിത്രിൻ ഉതഖാഅ മിനന്നാർ. നോമ്പ് തുറക്കുന്ന ആ സമയം അല്ലാഹു സുബ്ഹാനഹു തആല ഒരുപാട് ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. ആ വിഭാഗത്തിൽ അല്ലാഹു തആല നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ നോമ്പ് തുറക്കുന്ന ആ സമയത്ത് നാം മറ്റു സംസാരങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഉഖ്റവിയും ദുനിയവിയുമായ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ ഒക്കെ മുൻനിർത്തി അള്ളാഹുവിനോട് നാം പ്രാർത്ഥിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തത് അത്തായ സമയം, അതായത് നമ്മൾ അത്തായം കഴിച്ച് സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പുള്ളതായിരിക്കുന്ന ആ സമയം. ആ സമയത്ത് വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ എന്ന് അല്ലാഹു തആല വിളിച്ചു പറയുമെന്ന് മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം. അത്തായ സമയത്ത് നിങ്ങൾ ചോദിക്കൂ, ഞാൻ നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ് എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. ആ സമയത്ത് അല്ലാഹു തആല ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വരും എന്നും ഹദീസിൽ കാണാം. അല്ലാഹു ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ അല്ലാഹുവിൻ്റെ റഹ്മത്ത് അത്രയും നമ്മോട് അടുത്തിരിക്കുന്നു എന്നാണ് അർത്ഥം. മറ്റൊരു ഹദീസിൽ കാണാം, മുത്തുനബിയോട് ചോദിക്കപ്പെട്ടു, അയ്യു ദുആഇ അസ്മഉ, ഏത് പ്രാർത്ഥനക്കാണ് ഉത്തരം ലഭിക്കുക? ഐ അഖ്റബു ഇലൽ ഇജാബ, പ്രാർത്ഥനയ്ക്ക് ഏറ്റവും അടുത്ത സമയം ഏതാണ് എന്ന് മുത്തുനബിയോട് ചോദിച്ചപ്പോൾ മുത്തുനബി തങ്ങൾ മറുപടി പറഞ്ഞത് ജൗഫുൽ ലൈലിൽ ആഖിറ, അർദ്ധരാത്രിക്ക് ശേഷമുള്ളതായിരിക്കുന്ന സമയമാണ്. അത് നമ്മൾ പറഞ്ഞ ആ സമയം, അത്തായത്തിൻ്റെ സമയം. ആ സമയത്ത് എഴുന്നേറ്റ് തഹജ്ജുദൊക്കെ നിസ്കരിച്ച് അത്തായമൊക്കെ കഴിച്ച് നാം പ്രാർത്ഥനയിലും സിക്റിലുമായി മുഴുകാൻ വേണ്ടി നാം ശ്രമിക്കുക. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തത് വദുബറ സ്വലാത്തിൽ മക്തൂബാത്ത്, എല്ലാ ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷവും. അപ്പോൾ ഫർള് നിസ്കാരങ്ങൾക്കുള്ള പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ പള്ളിയിലും വീടുകളിലുമൊക്കെ ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ നാം ഇമാമിൻ്റെ പ്രാർത്ഥനയ്ക്ക് ആത്മാർത്ഥമായി ആമീൻ പറയുകയും അതോടൊപ്പം നമ്മുടെ കാര്യങ്ങൾ പ്രത്യേകം പറഞ്ഞുകൊണ്ട് നാം ദുആ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. അല്ലാഹു തആല നമ്മെ എല്ലാവരെയും നന്നാക്കി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാ അഅ്മാലുകളും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അപ്പോൾ വീഡിയോക്ക് നിങ്ങളൊരു ആമീനെങ്കിലും കമൻ്റ് രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ ദുആ കൊണ്ടുള്ള വസിയ്യത്ത് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.